ഗുഡ് ഈവനിങ്. അസ്സാം വലൈക്കും ഡിയേഴ്സ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് പറയണേ. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ തന്നെയല്ലേ ഉള്ളത്. കേൾക്കുന്നുണ്ട്. ഓക്കെ, നൈസ്. താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മളെ സെഷൻ ഇസ് ഓൺ ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ ഒട്ടും ടൈം നമ്മൾ കളയാൻ പാടില്ലല്ലോ. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സമയത്തിന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ലോലി എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. സോ ലെറ്റ്സ് ബിഗിൻ. റെഡിയല്ലേ എല്ലാവരും? ഇവിടെ ഉള്ളവരൊക്കെ റെഡിയല്ലേ? റെഡി. റെഡി. താങ്ക് യു. നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു സംഭവം. താങ്ക് യു ഡിയർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ടൈം മാനേജ്മെൻറ്റ് അല്ലേ? ഇവിടെയുള്ള ആരെങ്കിലും ഇതിനു മുന്നേ ടൈം മാനേജ്മെൻറ്റ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇതേപോലത്തെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടോ? ടൈം മാനേജ്മെൻറ്റ് അതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടവർ എത്ര പേരുണ്ട്? ആരെങ്കിലും ഇത് മുന്നേ ഈ ക്ലാസ് കേട്ടിട്ടുണ്ടോ? ലൈക്ക് ടൈം മാനേജ്മെൻറ്റ് കുറിച്ചൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ക്ലാസ് കേട്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. വെരി ഗുഡ്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുമോ? പറ്റൂലേ? പറ്റുമോ? പറ്റും പറ്റുമോ? പറ്റും പറ്റും. വെരി ഗുഡ്. അതാരാ പറഞ്ഞേ? പേര് പറയോ? മുബീന. ആ, പറ്റും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിലെ നമ്മൾ ക്രിയേറ്റർ, നമ്മൾ പടച്ചോന് സൗന്ദര്യമുള്ളതിനെയും സൗന്ദര്യമില്ലാത്തതിനെയും ഭംഗിയുള്ളതിനെയും ഭംഗിയില്ലാത്തതിനെയും നല്ലോണം പഠിക്കുന്ന ആളെയും തീരെ പഠിക്കാത്ത ആൾക്കാരെയും ഭയങ്കര പണക്കാരെയും തീരെ പണമില്ലാത്ത ആൾക്കാരെയും അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരെ നമ്മളുടെ റബ്ബ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സമയം, ടൈം എന്ന് പറയുന്ന സംഭവം മാത്രം എല്ലാവർക്കും, നീ ആരും ആയിക്കോ, പക്ഷെ നിനക്ക് 24 മണിക്കൂറേ ഉള്ളൂ. ആണോ അല്ലയോ? ലോകത്തുള്ള എല്ലാവർക്കും അത് ആരും ആയിക്കോട്ടെ, അവർക്ക് 24 മണിക്കൂറേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുമോ? പറ്റും. സംഭവം എന്താ അറിയോ, നമുക്കിപ്പോൾ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അർത്ഥം വരുന്നത് 24 മണിക്കൂർ. എല്ലാവർക്കും 24 മണിക്കൂറാണല്ലോ. ആ 24 മണിക്കൂറിന് നമുക്ക് 25 മണിക്കൂറാക്കാനും പറ്റൂല, 23 മണിക്കൂറാക്കി നമുക്ക് ചുരുക്കാനും പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഒരു 24 മണിക്കൂർ ഉണ്ട് എന്ന് മാത്രം അറിയാം. സോ ആക്ച്വലി ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടൈറ്റിൽ മാത്രമാണ്. ശരിക്കും നമ്മൾ എന്താ മാനേജ് ചെയ്യുന്നത്? സെൽഫിനെയാണ് മാനേജ് ചെയ്യുന്നത്. യെസ് ഓർ നോ? നമ്മൾ ടൈമിനെ വലുതാക്കിയോ ചെറുതാക്കിയോ അല്ല ചെയ്യുന്നത്. നമുക്ക് പടച്ചോൻ തന്ന ഈ 24 മണിക്കൂറിനെ നമ്മളെ ക്രമീകരിച്ചിട്ടാണ് ആ മാനേജിങ് ഒക്കെ ചെയ്യുന്നത്. ആണോ അല്ലയോ? യെസ്. അതായത് നമ്മൾ ചിന്തിക്കുകയാണ്, ഇത് എനിക്കൊരു അരമണിക്കൂറിൽ തീർക്കണം, ഇതൊരു 1 മണിക്കൂറിൽ തീർക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ 1 മണിക്കൂറിൽ അത് തീർക്കുന്നു. ഇത് എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, ഒരു 10 മണിക്കൂറിൽ തീർക്കാം എന്ന് വിചാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് 10 മണിക്കൂറിലേക്ക് പോയി നിൽക്കും. അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ടൈലറടുത്ത് പോയാൽ മതി അല്ലേ? ടൈലറടുത്ത് പോയാൽ എന്താ സംഭവിക്കുന്നത്? ആരെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറഞ്ഞേ. നമ്മളൊരു ഡ്രസ്സ് കൊടുക്കുന്നു ഒരു ടൈലറടുത്ത്, എന്നിട്ട് നമ്മൾ പറയുന്നു, നിങ്ങൾ സാവധാനം തയ്ച്ചാൽ മതി, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കും? പറയൂ. എന്ത് സംഭവിക്കും? കിട്ടൂല. പക്ഷെ നമ്മൾ പറയുന്നു, അയ്യോ ചേച്ചി, ഇത് മറ്റന്നാ എനിക്കൊരു കല്യാണമുണ്ട്, നാളെ വൈകിട്ട് രാത്രി ആയാലും കുഴപ്പമില്ല, ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ ഇതേ തിരക്കുള്ള ചേച്ചി, ബിസി അല്ലാണ്ടൊന്നുമില്ല കേട്ടോ, നല്ല ബിസിയാണ്, പക്ഷെ എന്ത് സംഭവിക്കും? നാളെ രാത്രി നമുക്ക് കിട്ടിയിരിക്കും. അപ്പം അതാ പറയുന്നത്, നമുക്ക് ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റൂല. നമുക്ക് പറ്റുന്നത് എന്താണ്?
സെൽഫ് Self- മാനേജ്മെന്റ് ആണ്. അപ്പൊ എപ്പോഴും ഓർമ്മിക്കുക, ടൈം മാനേജ്മെന്റ് ആരോ ഉണ്ടാക്കിയ ഒരു ടേം ആണ് കേട്ടോ. ശരിക്കും സംഭവിക്കുന്നത് സെൽഫ് മാനേജ്മെന്റ് ആണ്. എപ്പോഴും മനസ്സിൽ ഓർക്കുക, ആ യെസ്, ഞാൻ എന്നെ തന്നെയാണ് മാനേജ് ചെയ്തിട്ട് ആ സമയത്തിന്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി സെൽഫ് മാനേജ്മെന്റ്. പിന്നെ കുറെ കാലം മുമ്പിലെ ഒരു സ്റ്റോറി നമ്മളുടെ വാട്സാപ്പിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അതെന്നറിയോ? ഒരു 86,400 രൂപ എല്ലാ ദിവസവും രാവിലെ കിട്ടും. രാത്രി ആവുമ്പോൾ അത് നീ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ബാങ്കിൽ നിന്ന് ആ കാശ് ഇല്ലാണ്ടാവും. പിന്നെ വീണ്ടും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 86,400 രൂപ വീണ്ടും വരും. അത് പുതിയതാണ്, പഴയത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ സ്റ്റോറി? കുറച്ചായി ഇല്ല. വാട്സാപ്പിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നൊരു സ്റ്റോറിയാ. അത് ആക്ച്വലി എന്താ അവിടെ ഉദ്ദേശം എന്നറിയോ? നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂറാണ്. എത്ര സെക്കൻഡാണെന്നറിയോ? 24 മണിക്കൂർ എത്ര സെക്കൻഡാണെന്നറിയോ? 86,400 സെക്കൻഡാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്രിയേറ്റർ, നമ്മളുടെ ഓൾമൈറ്റി എല്ലാ ദിവസവും രാവിലെ നമ്മളിങ്ങനെ കണ്ണു തുറക്കുമ്പോൾ ഒരു പുതിയ 86,400 സെക്കൻഡ് നമുക്ക് തരികയാണ്. രാവിലെ അക്കൗണ്ടിലിട്ട് തരികയാണ്. രാത്രി ആവുമ്പോൾ നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അത് സംഭവം തീരും. പിറ്റേ ദിവസം രാവിലെ വീണ്ടും നമുക്ക് ഒരു 86,400 സെക്കൻഡ് കിട്ടുകയാണ്. ഇതൊക്കെ ചിന്തിക്കുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത്രയും സെക്കൻഡുകൾ, ഇത്രയും സമയം തന്നിട്ട് നമ്മൾ എന്താ ചെയ്തേ? കാരണം നമ്മൾ പറയുമ്പോൾ 24 മണിക്കൂർ എന്ന് പറയുമ്പം വലിയ സങ്കടമൊന്നും തോന്നിയില്ല. അയ്യോ 24 മണിക്കൂറല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ 86,400 സെക്കൻഡുകൾ എന്ന് പറയുമ്പോൾ അതിൽ എത്ര സെക്കൻഡാണോ നമ്മളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്? ടൈം ഒരു വല്ലാത്ത റിസോഴ്സാണ് കേട്ടോ. ഈ ഒരു നിമിഷം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നാളെ ആക്കാം, മറ്റന്നേ ആക്കാം. കാരണം എപ്പോഴും ഇത് മനസ്സിൽ വെക്കുക, ഇത് എനിക്ക് ഇന്ന് പടച്ച റബ്ബ് തന്ന 86,400 സെക്കൻഡിൽ പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ ഇന്ന് തന്നെ ചെയ്യണം. അപ്പം നമ്മൾ ഇത്രയും നേരം ഇത്ര വിഷമിച്ചിട്ടൊക്കെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് അതിന് ഉണ്ടായിട്ടായിരിക്കുമല്ലോ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വരുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ടൈം മാനേജ് ചെയ്യുക ഇല്ലെങ്കിൽ സെൽഫിനെ മാനേജ് ചെയ്താൽ എന്താ ഗുണം? ഒരു എക്സാമ്പിൾ പറഞ്ഞേ, നിങ്ങളുടെ എക്സാമ്പിൾ കേൾക്കട്ടെ. സെൽഫിനെ മാനേജ് ചെയ്താൽ എന്താണ് ഗുണം? പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരണം കേട്ടോ. നമുക്കൊരു എനർജി എക്സ്ചേഞ്ച് അല്ലേ ഇത്? വോയിസിൽ വരിക, വീഡിയോയിൽ വരിക. പറയൂ, ഒരു ബെനിഫിറ്റ് പറഞ്ഞേ ടൈം മാനേജ് ചെയ്താൽ. കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലേ നിങ്ങൾ? ചില ആൾക്കാരുണ്ടോ, എങ്ങനെയെങ്കിലും സമയം തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു, ഇത്രയും തീരുന്നില്ലല്ലോ, സമയം തീരുന്നില്ലല്ലോ, അയ്യോ, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് വെരി ഗുഡ്. ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതെ ശരിയാവും. പിന്നെന്താണ് ബെനിഫിറ്റ്? പിന്നെന്താ ബെനിഫിറ്റ്? എന്തൊക്കെയോ ബെനിഫിറ്റുകൾ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ടൈം മാനേജ്മെൻറ്റും സെൽഫ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാനേ നിൽക്കൂല. ഇത് സോഫ്റ്റ് സ്കില്ലിൽ പെട്ടൊരു സംഭവമാണ് കേട്ടോ. ടൈം മാനേജ്മെൻറ്റ്, സെൽഫ് മാനേജ്മെൻ്റ് ഒക്കെ പറയുന്നത് സോഫ്റ്റ് സ്കില്ലിൽ പെട്ട സംഭവം. എന്താ സോഫ്റ്റ്? ഞാനിതൊന്ന് ഓഫ് ചെയ്യാം. ഞാനൊന്ന് എല്ലാവരും വീഡിയോയിലേക്ക് വരും, കുറച്ച് പേരെങ്കിലും വീഡിയോയിലേക്ക് വരും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ട് സംസാരിച്ചൂടെ? ഓക്കെ, അപ്പോൾ ഈ സോഫ്റ്റ് സ്കിൽ എന്താണെന്നറിയോ? ആർക്കെങ്കിലും സോഫ്റ്റ് സ്കിൽ എന്താണെന്നറിയോ? എന്താണ് സോഫ്റ്റ് സ്കില്ല്? നമ്മളൊക്കെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ചവരായിരിക്കും അല്ലേ? നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ പല വിഷയങ്ങളും പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ നമുക്കൊരു മാർക്ക് കിട്ടുന്നിട്ടുണ്ട്. മാത്സിൽ 1 അല്ലേ, 10ൽ 1 അങ്ങനെയൊക്കെ കിട്ടിയവരൊക്കെ ഉണ്ടാവില്ലേ? ഇവിടെ ഉണ്ടോ ആരെങ്കിലും? ഇംഗ്ലീഷിൽ 10ൽ 8 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാർക്ക് ഇട്ട് തന്നിട്ടില്ലേ? ആ മാർക്ക് ഇട്ട് തന്ന സംഭവം എന്താണെന്നറിയോ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാർഡ് സ്കില്ല്. അതായത് നമ്മൾക്ക് കിട്ടും, ആ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാം പോലെ തരും ഒരു സാധനം. അതാണ് ഹാർഡ് സ്കില്ല്. ഹാർഡ് സ്കിൽ. സോഫ്റ്റ് സ്കിൽ എന്താണ്? നമുക്ക് അളക്കാൻ പറ്റൂല. അപ്പം നമ്മൾ പറയൂലേ, ആ കുട്ടിയുടെ സ്വഭാവം എന്ത് നല്ല സ്വഭാവമാണ്, എന്ത് നല്ല സംസാരമാണ്,
അപ്പം നമ്മൾ ചോദിക്കുക അപ്പം 10-ൽ എത്ര മാർക്ക് കൊടുക്കാം കുട്ടിയുടെ സംസാരത്തിന് എന്ന് പറയുമ്പോൾ നമ്മൾ 10-ൽ എത്ര മാർക്ക് കൊടുക്കാമോ സംസാരത്തിനോ മാർക്ക് കൊടുക്കാൻ പറ്റൂല, നമുക്കത് മെഷർ ചെയ്യാൻ കഴിയൂല. അങ്ങനത്തെ കുറേ സ്കിൽസിനെയാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെ ക്രമീകരിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ സോഫ്റ്റ് സ്കിൽ. നിങ്ങൾക്ക് ഒരാളുടെ ഇമോഷൻ മനസ്സിലാക്കി ആളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ സോഫ്റ്റ് സ്കിൽ. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും ആക്ച്വലി സോഫ്റ്റ് സ്കില്ലാണ് കേട്ടോ, അത് എപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ബെനിഫിറ്റ് ഓഫ് ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് ബെനിഫിറ്റ് കാണുന്നുണ്ടല്ലോ അല്ലേ സ്ക്രീന്. ആദ്യത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈം മാനേജ്മെൻറ്റ് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുമ്പോൾ നമ്മൾ ടൈമൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം, എൻ്റെ സമയത്തിന് ഒന്ന് ഇങ്ങനെയൊക്കെ ആക്കണം എന്ന് ചിന്തിക്കുമ്പം തന്നെ നമുക്കറിയാം നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം, പ്ലാൻ വേണം അല്ലേ. പ്ലാൻ ചെയ്യാൻ പറ്റും. യെസ് ഐ ഹാവ് ടു ഡു ദിസ് ഓക്കെ 24 hours ഉള്ളത്. ഇത് രാവിലെ ചെയ്യാം, ഇത് ഉച്ചയ്ക്ക് ചെയ്യാം, ഇത് വൈകിട്ട് ചെയ്യാം, ഇത് രാത്രി ചെയ്യാം. പ്ലാനിങ് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? അതേപോലെ നമ്മൾക്ക് കുറേ കാര്യങ്ങളുണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിങ്ങനെ മാനേജ് ചെയ്യാം, നമ്മളെ സെൽഫിനെ മാനേജ് ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ ഓർഗനൈസ് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നമുക്ക് രാവിലെ ചെയ്യാം, രാവിലെ 8 മണി തൊട്ട് 10-ൻ്റെ ഉള്ളിൽ ഇത് ചെയ്യണം, ഒരു ഉച്ച സമയമാകുമ്പോഴേക്ക് ഇത് തീർക്കണം. ബാങ്ക് 4 മണി വരെ ഉള്ളൂ അല്ലേ, അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മണി തൊട്ടിട്ട് 3 മണിയുടെ ഇടയിൽ ചെയ്യണം. അങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. എന്തിനാണ് ഓർഗനൈസ് ചെയ്യുന്നത്? കാരണം നമ്മൾ ഇതൊന്നും ചിന്തിക്കാതെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അടുത്ത ആഴ്ചങ്ങാണ്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് രാത്രിക്കുള്ളിൽ ചെയ്യേണ്ട കാര്യം നമ്മളത് വിട്ടുപോയിട്ടും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ പറയും രാവിലെ തൊട്ട് ഞാൻ ഭയങ്കര ബിസിയാണ്, ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ നന്നായിട്ട് ഇതേപോലെ പ്ലാൻ ചെയ്യുമ്പോൾ എന്താ കാര്യം എന്നറിയോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യും, കൃത്യമായിട്ട് നമ്മളുടെ ഗോളിലേക്ക് വേണ്ട കാര്യം നമ്മൾ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണെന്നറിയോ, നമുക്ക് ആ ജോലിയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഇത് ഇത് തീരുന്നില്ലല്ലോ പഠിച്ചോനെ, ഞാൻ എന്താ ചെയ്യേണ്ട അങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊന്നും ഉണ്ടാവില്ല. നമുക്കറിയാം എനിക്ക് ഇത്ര സമയമുണ്ട്, ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ തീർക്കണം, ഓക്കെ ഫൈൻ, ഇത് കഴിഞ്ഞാലാണ് അടുത്തത് എന്ന് മനസ്സിൽ നമുക്കിതുണ്ടാകുമ്പോൾ യു ഫീൽ ഹാപ്പി, യു ഫീൽ കാം, ഇറ്റ്സ് ഓക്കെ, സമയമുണ്ട്, ഇത് ആ സമയത്ത് ചെയ്യേണ്ടതാണ്, ഇത് ഈ സമയത്ത് ചെയ്യേണ്ട, ഓക്കെ. ഇല്ലെങ്കിൽ നമുക്കൊരു വെപ്രാളെന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്ഥിതിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. പക്ഷെ നമ്മളിങ്ങനെ ടൈമൊക്കെ നല്ല രീതിയിൽ ക്രമീകരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും, സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓരോ ടൈം ബ്ലോക്കിലായിട്ട് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളായ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ പറ്റും. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഡാൻസ്, പാട്ട്, കളിക്കൽ, മറ്റേ ടെന്നീസ് കളിക്കൽ, ഫുട്ബോൾ കളിക്കൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, ഡ്രോയിങ് ചെയ്യൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ചെയ്യാൻ നമുക്കിപ്പം ഇപ്പം സമയമില്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. എന്തൊക്കെയോ ചെയ്യണമെന്ന് വിചാരിക്കും, മക്കളും വീടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു, ഒന്നിനും സമയമില്ലാഞ്ഞിട്ടല്ല, നമ്മളെ തന്നെ ഒന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള സമയവും കിട്ടും. സോ വാട്ട് ഹാപ്പൻസ് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു സെൽഫ് ലവിൻ്റെ ഒരു സമയം നമ്മൾ കണ്ടെത്തുക, നമുക്ക് നമ്മളുടെ കൂടെ ഇരിക്കാൻ നമുക്ക് കുറച്ച് സമയം കണ്ടെത്തുക. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഇല്ലേ നമ്മൾ ടൈം മാനേജ് ചെയ്താൽ? വാട്ട് യു ഫീൽ? ഒരുപാട് ബെനിഫിറ്റ് ഇല്ലേ? പഠിക്കണോ വേണ്ടയോ? നമ്മൾ ടൈം മാനേജ്മെൻറ്റും സെൽഫ് മാനേജ്മെൻറ്റും പഠിക്കേണ്ട കാര്യം തന്നെയല്ലേ? വാട്ട് യു ഫീൽ? പറയടോ. എൻ്റെ വോയിസ് മാത്രം കേട്ടിരുന്നാലേ നിങ്ങൾക്കൊരു ഉറക്കം വരും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് ലൈക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് തോന്നിയിട്ടില്ലേ സമയം, ഞാൻ അത് ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ നമ്മൾ സമയത്തിൻ്റെ വില ഏത് സിറ്റുവേഷനിലാണ് അറിയാം? ഒരു എക്സാമ്പിൾ പറഞ്ഞേ, എല്ലാവരും അനുഭവിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ട്, സമയത്തിൻ്റെ വില, 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റിൻ്റെ വില നമ്മൾ അറിഞ്ഞ ഒരു സിറ്റുവേഷൻ. ഒന്ന് ഓർത്തിട്ട് പറഞ്ഞേ.
എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളില് സമയം എടുക്കാതെ ചെയ്യുമ്പോ ഉം. അതിൽ എന്തെങ്കിലും ഫാൾട്ട് പറ്റും. അപ്പൊ നമുക്ക് ആ സമയത്തിന്റെ വില അത്രയും സമയം വെറുതെ കളഞ്ഞില്ലേ, ആ സമയം ഇതിന് യൂസ് ചെയ്ത് കൂടായിരുന്നോ എന്ന് തോന്നും. ഓക്കെ, ദാറ്റ് ഇസ് ഫൈൻ. അപ്പം ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. ഒരു മിനിറ്റിന്റെ വിലയില്ല. നമ്മൾ വിചാരിക്കില്ല അത് 1 മിനിറ്റ് അല്ലേ അപ്പാ, ഇറ്റ്സ് ഓക്കെ. ആ 1 മിനിറ്റിന്റെ വില മനസ്സിലായ എപ്പോഴെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? 1 മിനിറ്റിന്റെ വില ആർക്കെങ്കിലും? എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എപ്പോഴാണെന്നറിയോ? ഈ വന്ദേ ഭാരത് ട്രെയിനില്ലേ, വന്ദേ ഭാരത് ട്രെയിൻ എല്ലാവർക്കും അറിയോ? വന്ദേ ഭാരത് ട്രെയിൻ അത് കൃത്യം ഒരു സമയത്താണ് വരിക റെയിൽവേ സ്റ്റേഷനിൽ. കൃത്യം ആ സമയത്ത് നമ്മൾ അവിടെ പോയി നിന്നില്ലെങ്കിൽ ആ ട്രെയിനിൻ്റെ വഴിക്കൊക്കെ പോകും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ കാര്യമായിട്ട് ഓടിപ്പോയി ചാടി പടച്ച് അവിടെ എത്തലും ട്രെയിൻ വെൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ്. 1 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ്, 1 മിനിറ്റിൻ്റെ വ്യത്യാസം. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും ആ 1 മിനിറ്റിൻ്റെ വാല്യൂ എന്താണ്, ആ 1 മിനിറ്റിൻ്റെ വാല്യൂ എന്താണ്. അതേപോലെ നമ്മൾ എക്സാം എഴുതുന്ന സമയത്തെ ടീച്ചർ അറിയില്ലേ, ഇറ്റ്സ് ടൈം ഓൺലി 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചറോട് പറയില്ലേ, മാം 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 1 മിനിറ്റ് പ്ലീസ് 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 എഴുതിക്കോട്ടെ. ആ 1 മിനിറ്റിൽ എത്ര പാട് എസ്സേ നമ്മൾ എഴുതുക. ഇത്രയും 3 മണിക്കൂർ 4 മണിക്കൂർ എത്ര മണിക്കൂർ കിട്ടിയാൽ അത്രയും എഴുതിയിട്ടുണ്ടാവില്ല. ആ 5 മിനിറ്റൊക്കെ ടീച്ചർ ലാസ്റ്റ് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുണ്ട്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ 5 മിനിറ്റിൻ്റെ സമയത്ത് 2 പേപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. മാം ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റിലായിരിക്കും. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ആ സമയത്ത് നമുക്ക് ആ സമയത്തിൻ്റെ ആ വാല്യൂ മനസ്സിലാവുന്നില്ലേ? യു ഫീൽ? ഓർത്തൊക്കെ പണ്ട് സംഭവിച്ചതൊക്കെ. പക്ഷെ ചിന്തിക്കും, ഞാനൊന്ന് ചോദിക്കട്ടെ, ശരിക്കും സമയമാണോ നമ്മൾ സ്ത്രീകളുടെ പ്രശ്നം? റിയൽ പ്രോബ്ലം സമയമാണോ? നമ്മളുടെ റിയൽ പ്രോബ്ലം സമയമല്ല. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ സമയം നമുക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് പോലും നമുക്കില്ല. നമ്മളുടെ സമയം നമ്മൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് പോലും നമുക്കില്ല. നമ്മൾ ജീവിക്കുന്നത് ആ വീടിന് വേണ്ടിയിട്ട്, വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ സ്പൗസിന് വേണ്ടിയിട്ട്. യെസ്, ഓഫ് കോഴ്സ് റിലേഷൻഷിപ്പ് എല്ലാം കീപ്പ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ നോക്കാമെന്ന് വിചാരിക്കും. അന്നേരമാണ് നമ്മൾ പറയുന്നത് എവിടെ സമയം. പക്ഷെ ആക്ച്വലി നിങ്ങൾ സമയം ആദ്യം നിങ്ങൾക്ക് കണ്ടെത്തിയിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ. അന്നേരമാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുക. അധിക സ്ത്രീകളും ഇപ്പം ഇന്നലെ എനിക്കൊരു ചെറിയൊരു സെഷൻ ഉണ്ടായിരുന്നു ഇവിടെ. അവിടെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഇതേപോലെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് കൈപൊക്കി. എന്തുകൊണ്ട് അവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് എടുക്കുന്നില്ല? എന്തുകൊണ്ട് എടുത്തില്ല? ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പലതും ചെയ്യണം, പല ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്യണം, മീൻസ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. കുറേ മാസങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളാണ്, വർഷങ്ങൾ കടന്നു, മാസങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് അവിടെ എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ടൈം മാനേജ്മെൻറ്റ് ഈ ഒരു സെഷൻ ഞാൻ അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ ടൈം മാനേജ് ചെയ്ത് നിങ്ങളെ സെൽഫിനെ മാനേജ് ചെയ്തിട്ട് ഒരുപാട് സമയം കണ്ടെത്തിയിട്ട് ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല. റെസ്റ്റ് എടുക്കണം, ദാറ്റ് ഈസ് ദെയർ. പക്ഷെ ആ കിട്ടിയ ബാക്കി സമയമില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ട്രാ സമയം കിട്ടും വൺസ് യു മാനേജ് യുവർ സെൽഫ്. ആ കിട്ടുന്ന സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോൾ ഈ വെബിനാറിൻ്റെ ലാസ്റ്റിലെത്തുമ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടാവും. കാരണം നമ്മൾ August 15 വരുന്നു, അതേപോലെ എൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസമാണ്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, ഓണം വരുന്നുണ്ട്, നബിദിനം വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ അടിപൊളി ഒരു ടൈമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഞാൻ ലാസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. അപ്പം നമ്മൾ എവിടെയായിരുന്നു? നമ്മളെ ബെനിഫിറ്റൊക്കെ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കണം, നമ്മളെ ജീവിതത്തിലെ ആരാടോ നമ്മളുടെ സമയത്തെ കൊല്ലുന്നത്? ടൈം വേസ്റ്റേഴ്സ്. ആരാ നമ്മളുടെ സമയം കൊല്ലുന്നത്? ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഒരാളെ പറയാനുണ്ടാവും. അതാരാ ആദ്യത്തെ ടൈം വേസ്റ്റർ? ഒന്ന് പറഞ്ഞേ. നമ്മളെ പാവം മൊബൈൽ ഫോണിന് തന്നെ നമ്മൾ പറയും. പക്ഷെ ആ പാവം ഇല്ലെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ അല്ലേ? അപ്പം സത്യം പറഞ്ഞാൽ അതാണ് കാരണം. എന്താ,
നമ്മൾ ഇൻ്റർനെറ്റിലും അതിലും നമ്മൾ സമയം പോകുന്ന അറിയില്ല. ഏകദേശം നമ്മളുടെ ഈ സൂപ്പർ മാർക്കറ്റിൽ, അടച്ചിട്ട സൂപ്പർ മാർക്കറ്റിൽ പോയി സമയം മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടൈം വേസ്റ്റർ. 2, നമ്മളുടെ വാട്സാപ്പ്. നമ്മൾ വാട്സാപ്പ് ഏകദേശം നമ്മളെ കുഞ്ഞു മക്കൾ, നമ്മൾ കുറേ ഉമ്മമാരായിരിക്കുമല്ലോ ഇവിടെ ഉള്ളത് അല്ലേ? നമ്മുടെ ഉമ്മമാരല്ല, എന്താണ് ഈ ഫ്രിഡ്ജ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നേ, അതിൻ്റെ അകത്ത് ഒന്നും ഇല്ല. എന്നാലും ആ കുട്ടിക്കും അറിയാം അതിൻ്റെ അകത്ത് ഒന്നും ഇല്ല, എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കണം. അപ്പോൾ അതേപോലെ ആ വാട്സാപ്പ് നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തിയിട്ട് അതിലൊന്നും വന്നിട്ടില്ല, വന്നോ ഇല്ല, വന്നിട്ടില്ല. ഇത് നമ്മളുടെ ഒരു ആക്ഷനായി മാറിയിട്ടുണ്ട്. നമ്മൾ ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നുണ്ട് വേണ്ടാത്ത കാര്യത്തിന് വേണ്ടിയിട്ട്. അതേപോലെ അടുത്തതാണ്, നമ്മൾ ഒട്ടും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടെന്നല്ല കേട്ടോ. ഈ 3rd വൺ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ആവശ്യവും ഇല്ലാതെ ഓരോരോ ആളെ നമ്മളിങ്ങനെ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി, ഇപ്പുറത്തെ വീട്ടിലും പോയി, അപ്പുറത്തും പോയി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് അത് വേറെ. പക്ഷെ വെറുതെ ഗോസിപ്പൊക്കെ പറഞ്ഞ് ആരുടെയോ കഥകളൊക്കെ പറഞ്ഞ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ഇൻസ്റ്റന്റ് അത് പ്രൊഡക്റ്റീവാക്കി മാറ്റാം. അതേസമയം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ വെറുതെ ആവശ്യമില്ലാത്ത ഗോസിപ്പൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ ദാറ്റ് ഈസ് ടൈം വേസ്റ്റർ. നെക്സ്റ്റ് തിങ്, നമ്മളുടെ ഫ്രണ്ട്സ്. നമ്മൾ കാര്യമായിട്ടൊരു കാര്യം പഠിക്കാനിരിക്കുന്നത്, ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും നമ്മളുടെ ഫ്രണ്ടൊക്കെ നമ്മൾ വിളിച്ചിട്ട്, മതിടാ വാ നമുക്കൊരു സിനിമയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, വൺസ് അപ്പോൺ എ വൈൽ ഇറ്റ്സ് ഫൈൻ. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടിരിക്കുമ്പോൾ ഒരാളിങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നാച്ചുറലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുന്നുണ്ട്. അടുത്തൊരു സംഭവമാണ്, ഒരുപാട് മെഷീനറീസ് ഉള്ളൊരു യുഗമാണ് ഇപ്പോൾ. ഒരുപാട് മെഷീൻസ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. വാഷിംഗ് മെഷീനായിട്ടും ഫ്രിഡ്ജായിട്ടും മിക്സി ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ. എന്നാലും നമ്മളുടെ നാട്ടിൽ കുറച്ച് പേരൊക്കെ ഉണ്ട് വാഷിംഗ് മെഷീനിൽ അലക്കിയാൽ വൃത്തിയാവില്ലല്ലോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ അലക്കും, അതിനുശേഷം ഞാൻ പുറത്തെടുത്തിട്ട് ഒന്നും കൂടി കൈ വെച്ചിട്ടും അലക്കും, എന്നിട്ട് പിഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി 2-3 വെള്ളത്തിലൊക്കെ കളഞ്ഞ് മൂന്നാമത് ഒന്നും കൂടിയും വേറൊരു ഡെറ്റോൾ. എല്ലാ കാര്യങ്ങളും വാഷിംഗ് മെഷീൻ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും അതിനെടുത്ത് അലക്കുകല്ലിൽ കൊണ്ടുപോയി ഒന്ന് അടിച്ച് തിരുമ്പിയാൽ മാത്രമേ തൃപ്തിയാവൂ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ടൈം വേസ്റ്റേഴ്സ് ആണ് കേട്ടോ. നമ്മളുടെ ഈ മിഷനറി യുഗത്തിൽ മെഷീൻസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ടൈമിനെ മാനേജ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ മെഷീൻസ് യൂസ് ചെയ്യേണ്ടത് യൂസ് ചെയ്യുക, അതും നല്ല രീതിയിൽ യൂസ് ചെയ്യുക. വേണ്ടാത്ത രീതിയിൽ യൂസ് ചെയ്ത് അഗെയിൻ ഇറ്റ് ഇസ് ടൈം വേസ്റ്റ്. സോ ഇനി വരുന്നത് നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾക്ക് നിങ്ങളെ സെൽഫിനെ, നിങ്ങളുടെ ടൈമിനെ മാനേജ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. 1, ക്ലാരിറ്റി ഉണ്ടാവണം. നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്, എന്തൊക്കെയാ ചെയ്യേണ്ടത്, ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കുറച്ച് ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പാത്ത് ക്ലാരിഫൈ ചെയ്യണം ആദ്യം. എന്നിട്ട് ഡെയിലി ടു ഡു ലിസ്റ്റ് എഴുതണം. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ടു ഡു ലിസ്റ്റ് എഴുതണം, നാളേക്കുള്ള ടു ഡു ലിസ്റ്റ്. അതിലെന്തൊക്കെയാണ് എഴുതാമെന്നറിയോ? രാവിലെ കറി ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, പാത്രം കഴുകണം, മുറ്റമടിക്കണം. ഇതൊന്നും അല്ല ടു ഡു ലിസ്റ്റ് കേട്ടോ. ടു ഡു ലിസ്റ്റിൽ എന്താ എഴുതുക? ആരാ പറഞ്ഞുതരാ? ടു ഡു ലിസ്റ്റിൽ എന്താ എഴുതണ്ടേ? ടു ഡു ലിസ്റ്റിൽ എന്താണ് എഴുതേണ്ടത്? പിറ്റേ ദിവസം നാളെ ചെയ്യാനുള്ള കാര്യങ്ങള്, ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങള്. യെസ്, ഞാനുണ്ടല്ലോ ഈ ടു ഡു ലിസ്റ്റ് പഠിച്ചാട് ഞാനിങ്ങനെ എഴുതും. 6:30 ചായ ഉണ്ടാക്കണം, 7:30 മോളെ സ്കൂളിൽ പറഞ്ഞയക്കണം, 10 മണിക്ക് കത്തൽ ഉണ്ടാക്കണം, 12:30 ആകുമ്പോഴേക്കും മൂണ് റെഡി ആവണം. ഇതായിരുന്നു എൻ്റെ ടു ഡു ലിസ്റ്റ്. എന്നിട്ട് ഇങ്ങനെ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ അതല്ല കേട്ടോ ടു ഡു ലിസ്റ്റ്. കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. ടു ഡു ലിസ്റ്റ് എന്തിനാണ് നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഗോളിലേക്ക് എത്താനുള്ള, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട് 2 മാസം കൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. ഓക്കെ, 2 മാസം കൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് പോയാലേ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റൂല. ഇന്നേ ഞാൻ ഡിസൈഡ് ചെയ്യണം, നാളെ തൊട്ട് ഞാൻ ഒരു അരമണിക്കൂർ ഇത് ചെയ്യും, 1 മണിക്കൂർ അത് ചെയ്യും. ഇതൊക്കെ നമ്മളെ മൈൻഡിലുണ്ടാവും. അതാണ് ടു ഡു ലിസ്റ്റ്.
ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു 3 മാത്രം. കാരണം നമ്മൾ മനുഷ്യന്മാർക്ക് 3-4 മെയിൻ കാര്യങ്ങളെ ഒരു ദിവസം ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻ ആയിട്ടുള്ള 3-4. അപ്പം അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു 3-4 ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് ചെയ്യാം, എന്നിട്ട് പിറ്റേ ദിവസം അത് ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസം രാത്രി നമ്മൾ വീണ്ടും അടുത്ത ദിവസത്തേക്ക് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ ടു ഡു ലിസ്റ്റിനെ ഒന്ന് വെരിഫൈ ചെയ്യാം. ഇത് ചെയ്തു, മൂന്നാമത്തത് ചെയ്തില്ല എന്ന് കണ്ടു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ക്രോസ് ഇട്ടിട്ട് ചെയ്തു ക്രോസ് ഇട്ടിട്ട്, മൂന്നാമത്തെ ചെയ്തില്ലല്ലോ, ക്രോസ് ഇട്ടിട്ട് അവിടെ എഴുതി വെക്കണം, ഇത് ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നാളെ ഇത് ചെയ്യണം നിർബന്ധമാണെന്ന്, പക്ഷെ പിറ്റേ ദിവസമായിരിക്കും യു ഫൈൻഡിങ് ഇറ്റ് ഈസ് നോട്ട് വെരി മച്ച് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവിടെ എഴുതാം, ഇത് ഇന്ന് ചെയ്യേണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്തില്ല, ഇത് നാളത്തേക്ക് മാറ്റി വെക്കേണ്ട ഒരു കാര്യമാണ്, അപ്പോൾ ഇത് പിറ്റേ ദിവസത്തേക്ക് എഴുതി വെക്കാം. അപ്പോൾ ഡെയിലി നിങ്ങളെ ഇങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പിന്നെ ഈ ടു ഡു ലിസ്റ്റ് എഴുതേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നിങ്ങളെ പിടിച്ച് നല്ലൊരു ടു ഡു ലിസ്റ്റ് എൻവയറമെൻറ്റിൽ എത്തിക്കും. പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ നീ രാവിലെ ഇത് ചെയ്യേണ്ട, രണ്ടാമത് ചെയ്യേണ്ട, ഇത് മൂന്നാമത് ചെയ്യാണ്ട് എന്നൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞുതരും. ആ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഹെയ്സൻഹോവർ മെട്രിക്സ് അല്ലെങ്കിൽ അർജന്റ് ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ് എന്ന് വിളിക്കാം. ഈ മെട്രിക്സ് എന്താണെന്നറിയോ, നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ടു ഡു ലിസ്റ്റ് ചെയ്തില്ലേ, കുറേ ടാസ്കുകളുണ്ട് അല്ലേ, ആ ടാസ്കിനെ 4 ഡിവൈഡ് ചെയ്തിരിക്കാം. 1, 2, 3, 4 4. ആദ്യത്തെ മെട്രിക്സ് കണ്ടോ, അർജന്റ് ഇമ്പോർട്ടൻറ്റ്. എന്തായിരുന്നു? അർജന്റ് ഇമ്പോർട്ടൻറ്റ്, അതായത് അർജൻ്റായ കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, അതിവിടെ എഴുതുക. രണ്ടാമത്തേലോ നോട്ട് അർജന്റ് ആണ്, അത്ര അർജന്റ് അല്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്, അർജന്റ് അല്ല പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഇവിടെ എഴുതാം. മൂന്നാമത്തേലോ അർജന്റ് ആണ്, തീരെ ഇമ്പോർട്ടൻ്റ് അല്ല, ദേ ഇവിടെ. അടുത്തതോ അർജന്റും അല്ല ഇമ്പോർട്ടൻറ്റും അല്ല, അതാണ് ഇവിടെ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? എന്താണ് ഇവൾ ഈ വന്നിട്ട് പറയുന്ന അർജന്റ് ഇമ്പോർട്ടൻ്റ് അർജന്റ് 5 ചെപ്പ് എന്താ ഇവൾ പറയുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കും അല്ലേ. അതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ അടിക്കേണ്ട, എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ പറയണം കേട്ടോ, മനസ്സിലായോ ഇല്ലയോ എന്നൊക്കെ പറയണേ. അർജന്റ് ഇമ്പോർട്ടൻറ്റ്, ഇതിൽ ഞാനൊരു ടാസ്ക് പറഞ്ഞുതരാം. നാളെ എനിക്കൊരു എക്സാം ഉണ്ട്, എൻ്റെ ഫൈനൽ എക്സാമാണ് നാളെ. ഓക്കെ, നാളെ എൻ്റെ എക്സാമാണ്. അപ്പോൾ ഞാനിന്ന് പഠിക്കണം, അതെൻ്റെ ടാസ്ക്കാണ് അല്ലേ. ടാസ്ക് എന്താ? പഠിക്കണം. ഇന്ന് ഞാൻ പഠിക്കണം എന്നുള്ളത് അർജന്റ് ആണോ? യെസ് ഓർ നോ? ആരുമില്ല. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഞാൻ പഠിക്കണം എന്നുള്ള കാര്യം ഇന്ന് എനിക്ക് അർജന്റും ആണ് ഇമ്പോർട്ടൻറ്റും ആണ്, അതാണ് ഇവിടെ എഴുതുക. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഈ മെട്രിക്സ് വർക്ക് ചെയ്യുന്നതെന്ന്? ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് കണ്ടു, ഒരു മനുഷ്യൻ അവിടെ ആക്സിഡന്റ് പറ്റി കിടക്കുകയാണ്. ആ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അർജന്റ് ആണോ? യെസ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണോ? യെസ്. അപ്പോൾ ഒരാളെ സഹായിക്കുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സഹായിക്കുന്നതും അർജന്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ അർജന്റ് ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് എല്ലാവർക്കും പിടികിട്ടിയല്ലോ? യെസ് ഓർ നോ? യെസ്. ഇനി നോട്ട് അർജന്റ് ഇമ്പോർട്ടൻ്റ്, അത് ഇങ്ങനത്തെ ടാസ്ക് ആണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എക്സസൈസ് ചെയ്യൽ, നമ്മളുടെ ബോഡിക്ക് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നത് അർജന്റ് ആണോ? അർജന്റ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അതാണ് ഇവിടെ എഴുതേണ്ടത്. നമ്മളുടെ ബോഡിക്ക് വേണ്ട എക്സസൈസ് ചെയ്യൽ അർജന്റ് അല്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഈ സംഭവത്തിൻ്റെ ഉള്ളിലാണ് വരിക. വേറൊരു എക്സാമ്പിൾ എന്താണ്? നമ്മളുടെ മക്കളുടെ കൂടെ, ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ കൂടെ ഇരുന്ന് അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്നത് ഇവിടെയാണ് വരിക. കാരണം എന്താ? അർജന്റ് അല്ല പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ് ഓർ നോ? യെസ്.
ഓക്കെ, അപ്പൊ ഈ രണ്ട് മെട്രിക്സ് എല്ലാവർക്കും മനസ്സിലായി. ഇനി നമുക്ക് നീല മെട്രിക്സിലേക്ക് പോവാം. നീല എന്താണ്? അർജന്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്. അർജന്റ്, നോട്ട് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു സിനിമക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു, ബുക്കിയോ ഷോയിൽ വെച്ചിട്ട് നിങ്ങളൊരു സിനിമക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. നിങ്ങൾ വണ്ടി എടുത്തു, 7 മണിക്ക് സിനിമ സ്റ്റാർട്ട് ചെയ്യും. 6:55 നിങ്ങൾ ട്രാഫിക്കിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും 7 മണിക്കുള്ള സിനിമക്ക് അവിടെ എത്തൂല, ഏകദേശം 7 ആവുന്നുള്ള കാര്യം ഉറപ്പായി. പക്ഷെ ആ ഒരു സംഭവം, നിങ്ങൾ സിനിമക്ക് എത്തേണ്ട ആ ഒരു സംഭവം അർജന്റ് അല്ലേ? കാരണം 7 മണിക്ക് തുടങ്ങുമല്ലോ, അർജന്റായി അല്ലേ? അർജന്റ് ആണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് അല്ല. പിടികിട്ടിയോ? എന്താണ് അർജന്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്? ഇനി നമുക്ക് ഈ ചുവന്ന കള്ളിയിലേക്ക് വരാം. നോട്ട് അർജന്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് മക്കളെ നമ്മളുടെ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്. അർജന്റ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണോ? നോ 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 നോ. അതാണ് ഇപ്പം എല്ലാവർക്കും എന്താണ് ഈ 4 സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടിയോ? എക്സാമ്പിൾ എല്ലാവർക്കും പിടികിട്ടിയോ? യെസ് ഓർ നോ? Yes. അപ്പോൾ ഇനി തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ടു ഡു ലിസ്റ്റിൽ കുറേ ടാസ്കുകൾ എഴുതി വെക്കൂലേ, അത് ഇതേപോലെ ഒരു 4 ഇങ്ങനെ വര വരച്ചിട്ട് ഇത് അർജന്റ് ആണോ, ഇമ്പോർട്ടൻ്റ് ആണോ, അർജന്റ് അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണോ, ഇതിങ്ങനെ എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ നിങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടത്, ഏതാ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത്, ഏതാണ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പറ്റുമെങ്കിലും മാറ്റിക്കളയേണ്ടത് എന്നൊക്കെ ഐഡിയ കിട്ടും. മനസ്സിലായോ? എല്ലാ ഐഡിയാസും നിങ്ങൾ കിട്ടും. അപ്പോൾ ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തെയും ടാസ്കുകൾ ഏറ്റവും കൂടുതൽ ഇതിൽ ഏത് കളറിലാണ് പെടണ്ടേ? പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, ഏതിലായിരിക്കും നിങ്ങളുടെ കൂടുതൽ ടാസ്കുകളും പെടേണ്ടത്? ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ ഏറ്റവും കൂടുതലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൽ ഏത് കളറിലാണ് പെടേണ്ടത്? പച്ച. പിന്നെ വേറെ ആരെങ്കിലും? Green. ഗ്രീൻ. മഞ്ഞ, പിന്നെ യെല്ലോ, യെല്ലോ. ഓക്കെ, വേറെ ആരെങ്കിലും? ഗ്രീനും യെല്ലോവും തമ്മിൽ ഒരു ചെറിയൊരു അങ്ങോട്ടേക്കൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ബിക്കോസ് അർജന്റ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് പച്ചയാണെന്ന്. അപ്പം ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു കോൺട്രൻറ്റിൽ നാളെ എൻ്റെ എക്സാം ആണ്, അപ്പോൾ ഞാൻ ഇന്ന് പഠിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്, അർജൻ്റ് ആണെന്ന് അല്ലേ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നാളത്തെ പരീക്ഷയ്ക്ക് ഇന്നാണോടോ പഠിക്കേണ്ടത്? എന്തിനാ ഇങ്ങനെ അർജൻ്റ് ആവാൻ കാത്തുനിന്ന്? വല്ലപ്പോഴൊക്കെ ഓക്കെ ഫൈൻ, ടാസ്കുകളൊക്കെ ചെയ്യാൻ നമുക്ക് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ എന്തിനാ ഈ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇത്ര ലേറ്റായി വെക്കേണ്ട ഒരു ആവശ്യം? എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വേണ്ടേ? അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പെടേണ്ടത് എവിടെയാണെന്നറിയോ? മഞ്ഞയിലാണ്. അതായത് ഒരിക്കലും നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ പാടില്ല. അയ്യോ അർജന്റ് ആണേ, അർജന്റ് ആണേ എന്നുള്ള ഫീലിംഗ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അത്ര അർജന്റ് ഒന്നുമില്ല, പക്ഷെ ഇമ്പോർട്ടൻ്റാ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അർജന്റ് ആയിട്ടില്ല. അർജന്റ് ആവാത്തതിൻ്റെ കാരണം എന്താ? നിങ്ങൾ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ ടാസ്കുകളൊക്കെ ഈ മഞ്ഞ കോളത്തിൽ വരാൻ വേണ്ടിയിട്ട് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ഫൈൻ, ഓക്കെ. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിന് ഡെഡ് ലൈൻ സെറ്റ് ചെയ്യണം. ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നല്ല മഴ പെയ്യുന്ന ഒരു ഞായറാഴ്ച രാവിലെ, സൺഡേ മോർണിംഗ്, ആർക്കും എവിടെയും പോകാനില്ല, മക്കളെ സ്കൂളിൽ അയക്കാനില്ല, കിടന്നുറങ്ങി വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം, ഇല്ലെങ്കിൽ ആ രാവിലത്തെ എന്തെങ്കിലും ദോശയൊക്കെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? എത്ര പേരുണ്ട്? ആരുമില്ലേ? ആരും പറയൂല ഈ വക കാര്യങ്ങൾ. ഞാൻ പറയാം, ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ മാക്സിമം പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കും. കാരണം അത്രക്ക് നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോകുന്ന ദിവസങ്ങളാണല്ലോ. പക്ഷേ അതേ സൺഡേ, അതേ മഴ, അതേ തണുപ്പുള്ള ഒരു രാവിലെ നമ്മളുടെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, നമ്മുടെ പ്രിയ സുഹൃത്ത് വിളിച്ചിട്ട് പറയുന്നു, ലൈല ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞാനും ഹസ്ബൻഡും മക്കളൊക്കെ ഉണ്ടാവും കേട്ടോ, ഇൻഷാ അല്ലാ സീ യു ഇൻ ദ ആഫ്റ്റർനൂൺ ഫോർ ലഞ്ച്. എന്ത് സംഭവിക്കും?
എന്ത് സംഭവിക്കും? വരണ്ടാന്ന് അറിയോ ഫ്രണ്ടിനോട്? എന്താ നിങ്ങൾ ചെയ്യുക? ഇല്ല, ഫുള്ള് ബിസി ആയിരിക്കും. എന്ത് ചെയ്യും നമ്മൾ എന്തൊക്കെയാ ചെയ്യാ? നമ്മൾ അതേ ഞാന് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വിചാരിച്ചാൽ ഞാൻ വീടും വൃത്തിയാക്കിയിട്ടുണ്ടാവും, പരിസരവും വൃത്തിയാക്കിയിട്ടുണ്ടാവും, മക്കളെയും കുളിപ്പിച്ചിട്ടുണ്ടാവും, ഞാനും ഭക്ഷണം ഉണ്ടാക്കി കുളിച്ച് നനച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവളെ വരവേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ടാവും. യെസ്, അതെന്തുകൊണ്ടാണ് നടന്നതെന്നറിയോ? ഡെഡ് ലൈൻ കിട്ടിയോണ്ടാ. ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ഡെഡ് ലൈൻ കിട്ടി. ഉച്ചയ്ക്ക് ലഞ്ച്, അയ്യോ എങ്ങനെ പോയാലും 1-1:30 ആകുമ്പോഴേക്കും ആളിവിടെ എത്തും എന്നുള്ള ആ കൺസെപ്റ്റ് നമുക്ക് കിട്ടിയോണ്ട്. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡെഡ് ലൈൻ ഇട്ട് കൊടുക്കണം. ഇത് ഉച്ചക്ക് 3 മണിക്കുള്ളിൽ തീരണം, ഇത് വൈകുന്നേരം 4 മണിക്കുള്ളിൽ തീരണം. ഡെഡ് ലൈൻ ഇട്ടാൽ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചെയ്യാട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്കും ഡെഡ് ലൈൻ ഇട്ട് കൊടുക്കണം. ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യണം, ഡെഡ് ലൈൻ. അപ്പോഴാണ് നമ്മൾ ചെയ്യാം. ഇപ്പം അധികം ആൾക്കാരും പറയാറില്ലേ, വൈകുന്നേരം മീൻസ് ലോറ് കഴിഞ്ഞ് ഒരു അസറിന് തൊട്ട് മുന്നേ കുറേ മുമ്പെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 2:30 ഒക്കെ ആകുമ്പോഴേക്കും വീട്ടിലെല്ലാ ജോലിയും തീർത്തിട്ട് കുളിച്ച് നനച്ച് വേറെ തന്നെ ഒരാളായിട്ട് മാറുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് വെച്ചൊരു ഡെഡ് ലൈൻ ആയിരിക്കും അത്. ഒരു 3 മണിയാകുമ്പോഴേക്കും എല്ലാ പണിയും ഞാൻ തീർത്തിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഒരു ഡെഡ് ലൈൻ നിങ്ങളും കൊടുക്കുക നിങ്ങൾക്ക്. എന്നാൽ മാത്രമേ നമ്മൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുള്ളൂ. അടുത്തതാണ് ഡെലിഗേറ്റിംഗ് ടാസ്ക്. എന്താണ് ഡെലിഗേഷൻ എന്നറിയോ? നമ്മളെ സ്ത്രീകൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ തൃപ്തിയാവുള്ളൂ. ഞാൻ ചെയ്യുന്ന മാതിരി വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് നമ്മളുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നമുക്കും പലതും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കുഞ്ഞു മക്കൾ, ചെറിയ മക്കളാണെങ്കിൽ പോട്ടെ, കുറച്ച് വലിയ മക്കളാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മേശ തുടക്കുന്ന പണി, ചെറിയ എന്തെങ്കിലുമൊക്കെ തൂത്തുവാരുന്ന പണി, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കേണ്ട പണികൾ, അങ്ങനെ വീട്ടിലെ കുറച്ച് ജോലികൾ നമുക്കിങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വീതിച്ചു കൊടുക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ലൈക്ക് ഇങ്ങനെ നമ്മൾ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ആർക്കാണോ കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് കൊടുക്കുക, പക്ഷെ അറിഞ്ഞു കൊടുക്കുക. ഇപ്പം നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, നല്ലൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്, ഒരാൾക്ക് ഈ PPT ഉണ്ടാക്കാൻ ഒരാളെ ഏൽപ്പിക്കാം. നമ്മൾ ചിലപ്പോൾ കോണ്ടന്റ് ഉണ്ടാക്കുന്നതായിരിക്കും, മറ്റേ ആളായിരിക്കും PPT ഉണ്ടാക്കുന്നത്. അപ്പോൾ ആൾക്ക് PPT ഉണ്ടാക്കാൻ അറിയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ പണി കിട്ടും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് മാത്രം കൊടുക്കുക. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്താ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ തീർക്കാൻ പറ്റും. ഓക്കെ. അടുത്തതാണ് ഒരിക്കലും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യരുത്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, അതിൻ്റെ അപ്പുറത്താവട്ടെ, ആ ആറ്റിറ്റ്യൂഡിലെടുക്കാതെ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. ആ ഒരു സമയത്തിൻ്റെ പവറാണ് ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫാമിലി ടൈം കളയരുത്. അടുത്തതാണ് നമ്മൾ സ്ത്രീകൾ ഏറ്റവും അടിപൊളിയാന്ന് പറയുന്ന സംഭവം, മൾട്ടി ടാസ്കിങ്. ഓഹോ, നമ്മൾ അലക്കും, കുക്ക് ചെയ്യും, കുട്ടിനെ കുളിപ്പിക്കും, വീട്ടിലെ അടിച്ചു വരുന്നത്, തുടക്കുന്ന എല്ലാ പണികളും അല്ലേ, വീട്ടു ജോലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓടിച്ചാടി ഒരു നിമിഷം കൊണ്ട് എല്ലാം കൂടി കാലക്കി കുത്തുന്ന ഒരു പണി നമ്മൾ ചെയ്യും. നമ്മൾ അറിയപ്പെടുന്ന തന്നെ വിമൻ ആർ മൾട്ടി ടാസ്കേഴ്സ് എന്നാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ആക്ച്വലി നിങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയം എന്തൊക്കെയോ ആവുക, നിങ്ങളുടെ ക്വാളിറ്റി നശിക്കുകയാണ്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എടുത്തു വെക്കുക, അടുത്ത പണി ചെയ്യുക, അതെടുത്തു വെക്കുക, അപ്പുറത്തെ പണിയെടുക്കുക, എടുത്തു വെക്കുക. ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് നമ്മൾ അത്രയും എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് ചെയ്യാൻ നോക്കിയാൽ എല്ലാം കൂടി ആൽക്കൊലുത്താവും. ഓക്കെ. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു പോമോഡോറോ ടെക്നിക്ക് എന്ന് പറയും കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആയിപ്പോവും. അതിന് പകരം നിങ്ങളൊരു 25 മിനിറ്റ് വർക്ക് ചെയ്തതിന് ഒരു 5 മിനിറ്റ് റെസ്റ്റ്, വീണ്ടും 25 മിനിറ്റ് വർക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ്. ഈ 5 മിനിറ്റ് റെസ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കാനോ ഒന്ന് എണീറ്റ് നിൽക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ്. അതേപോലെ നിങ്ങളിങ്ങനെ ബ്രേക്ക് എടുക്കുക, റെഗുലർ ബ്രേക്സ് എടുക്കുക. ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ആവയി അങ്ങനെ തന്നെ പോകരുത്, തിരിച്ചു വരണം കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോകാനല്ല പറഞ്ഞത്, ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബ്രേക്കിൻ്റെ കാര്യമാണ്, മറക്കരുത്. പിന്നെ
ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ നോ പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നോ പറയുക. എങ്ങനെയാ നോ പറയുക? അവരെന്താ വിചാരിക്കുക? മോശമല്ലേ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഒരിക്കലും വേണ്ട. നോ പറയേണ്ടടുത്ത് നോ പറയണം. അന്ന് വെച്ച് നോ എന്നല്ല, അതെന്തുകൊണ്ട്, ഞാൻ ഇത് എന്നെ കൊണ്ട് ഇപ്പം പറ്റില്ല, എന്തുകൊണ്ട്, അതുകൂടി പറയാം. ബി അസേർട്ടീവ്. ഓക്കെ. അടുത്തതാണ്, നിങ്ങൾ നല്ല ലിസണേഴ്സ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. കാരണം ഇപ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ നിങ്ങളോട് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അപ്പം നേരത്തെ എന്താ പറഞ്ഞേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ഞാൻ പറഞ്ഞു തരുമ്പോൾ അത് വീണ്ടും ഒരു ടൈം പോക്കലാണ്, ടൈം വേസ്റ്ററാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നല്ല ആക്റ്റീവ് ലിസണേഴ്സും ആവണം. ഇനി ഇത്രയും നേരം എന്നെ കേട്ടിരുന്നത് കൊണ്ട് കുറച്ച് സ്പെഷ്യൽ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും നേരത്തെ നമ്മളുടെ മൊബൈൽ ഫോണിനെ സോഷ്യൽ മീഡിയനൊക്കെ ചീത്ത വിളിച്ചു. സോഷ്യൽ മീഡിയ എൻ്റെ ടൈം വേസ്റ്ററാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. കാരണം ഈ AI ChatGPT യുഗത്തിലൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ ഇവരാരും ഇല്ലാതെ ജീവിക്കാനൊന്നും പറ്റില്ല. ഇവരാവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചാൽ, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട ആൾക്കാരെ ഫോളോ ചെയ്ത് വെക്കാം, വേണ്ടാത്ത ആൾക്കാരെ അൺഫോളോ ചെയ്യുക. നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയ വെറും വേസ്റ്റ് ഒന്നുമല്ല, അതിൽ ഒരുപാട് വേണ്ട കാര്യങ്ങളുണ്ട്. ആ ചാനൽസ് മാത്രം ഫോളോ ചെയ്ത് വെക്കുക, അത് കാണുക. ബാക്കിയുള്ളതൊന്നും കാണാൻ നിൽക്കരുത്, കാരണം ടൈം വേസ്റ്റ് ആവും. അടുത്തതാണ്, രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ 2:30-3 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സംഭവമാകും, അങ്ങനത്തെ ചിന്ത വെക്കണ്ട. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മാനസികാവസ്ഥ പ്രകാരം നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായ സമയം ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചില ആൾക്കാർക്ക് ചിലപ്പോൾ രാത്രി സമയമായിരിക്കും കേട്ടോ, ഭയങ്കര പവർ, എന്തെങ്കിലുമൊക്കെ പഠിക്കാനിരുന്നാൽ ഇങ്ങനെ തലയിലുള്ളൊക്കെ ഇങ്ങനെ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. വിച്ച് ഈസ് യുവർ പവർ അവർ, നിങ്ങളുടെ പവർ അവർ ഏതാണെന്ന് അത് മനസ്സിലാക്കണം. തേർഡ് തിങ് ഈസ് റിവാർഡ് യുവർ സെൽഫ്. നമ്മൾ പൊതുവെ എന്താ ചെയ്യുക? പൊതുവെ വി വെയിറ്റ് ഫോർ അതേഴ്സ് അല്ലേ? നമ്മൾ റിവാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി വെയിറ്റ് ഫോർ അതേഴ്സ്. ഇൻസ്റ്റെഡ് നമ്മളെ റിവാർഡ് ചെയ്യാടോ, നമ്മളെ റിവാർഡ് ചെയ്യുക. ഓ വാവ് ലൈല യു ഡിഡ് ഇറ്റ്, അപ്പോൾ ഇത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ ഒരു ചോക്ലേറ്റ്, ഒരു എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ റിവാർഡ് ചെയ്യാൻ, അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് ചെയ്യുക. അതേപോലെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, 3 കാര്യങ്ങൾ ചെയ്യാൻ, ഒരു 10 കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, 3 കാര്യങ്ങൾ മാത്രം എന്നെക്കൂടെ തീരെ കൊള്ളൂല എന്ന ആറ്റിറ്റ്യൂഡിൽ ഒരിക്കലും എടുക്കരുത്. 3 കാര്യങ്ങൾ ചെയ്തല്ലോ, ബാക്കിയുള്ളത് ചെയ്യാൻ നാളെ ചെയ്യാമല്ലോ, കുഴപ്പമില്ല. ഇന്ന് മെയിൻ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കി ഞാൻ നാളെ ചെയ്തോളാം. അപ്പോൾ എപ്പോഴും ജീവിതത്തിൽ എന്ത് ചലഞ്ചസും വന്നോട്ടെ, സ്മൈല് കീപ്പ് ചെയ്യാം, മറക്കരുത്. ഓക്കെ. ഇനി ഞാൻ ഒരു സ്റ്റോറി പറയട്ടെ. ജാർ ഓഫ് ലൈഫ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ജാർ ഓഫ് ലൈഫിനെ കുറിച്ചിട്ട്? ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഒരു ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിലേക്ക് ഒരു വലിയ ജാറുമായിട്ട് വന്നു കേട്ടോ. ഒരു വലിയ ജാറിന് എന്താ പറയാ, വലിയ ഭരണി പോലത്തെ ഒരു സംഭവം. ഓക്കെ. അതിൽ ടീച്ചർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറേ കല്ലുകൾ ഇട്ടു, വലിയ വലിയ കല്ലുകൾ ഇങ്ങനെ ഇട്ടു. ഫുള്ളെത്തിയ മേലെത്തി. എന്നിട്ട് ടീച്ചർ ചോദിച്ചു, മക്കളെ ഇത് ഫുള്ളായോ, ഈ ജാറ് ഫുള്ളായോ? അപ്പോൾ കുട്ടികൾ പറഞ്ഞു യെസ് ടീച്ചർ ഫുള്ളായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഫുള്ളായിട്ടുണ്ടെന്നല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ടീച്ചർ അതിലേക്ക് കുഞ്ഞു കല്ലുകളില്ലേ, കുഞ്ഞു കല്ലുകൾ അതിങ്ങനെ ഇട്ടു. അപ്പോൾ ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിലൊക്കെ പോയിട്ട് കുഞ്ഞു കല്ലുകൾ വീണു. എന്നിട്ട് ടീച്ചർ ചോദിച്ചു, ഇപ്പോഴോ ജാറ് ഫിൽഡായോ? അപ്പോൾ ടീച്ചറോട് പറഞ്ഞു യെസ് ടീച്ചർ അത് ഫിൽഡായല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ടീച്ചർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് മണലെടുത്തു, മണൽ അതെടുത്തിട്ട് വീണ്ടും ഇട്ടപ്പോൾ വീണ്ടും ഈ കുഞ്ഞു കല്ലിൻ്റെ ഇടയിലേക്കൊക്കെ ഈ സാൻഡ് പോയിട്ട് ഇങ്ങനെ വീണു, ഫുള്ള് സാൻഡ് വീണു. എന്നിട്ട് ടീച്ചർ വെച്ചു, ഇപ്പോഴോ ജാറ് ഫിൽഡായില്ലേ എന്ന് പറഞ്ഞു. ഇനി മതി ടീച്ചറെ, ഇനി ഒന്നും പോവില്ല കേട്ടോ, ഇത് ഫുള്ളാ, ഇനി കഴിഞ്ഞു, ഇനി അതിലൊന്നും പിടിക്കില്ല കേട്ടോ, ഫിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ എന്താണെന്നല്ലോ ആ ജാറിലേക്ക് ടീച്ചർ വീണ്ടും എന്തൊഴിച്ചു, വെള്ളം ഒഴിച്ചപ്പോൾ ആ വെള്ളവും ഫുള്ള് ആ ജാറിൽ കയറിപ്പോയി. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, മക്കളെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറഞ്ഞു തരുന്നത്. ഈ ജാറെന്ന് പറയുന്നതാണ് നമ്മളുടെ ജീവിതം.
നമ്മളുടെ ആ ഒരു ദിവസത്തെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന ഓരോ ദിവസം തന്നെയാണ്. ഡിസൈൻ യുവർ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഡിസൈൻ യുവർ ഡേ എന്നാണ്. ഒരു ദിവസം നിങ്ങളുടെ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ജീവിതവും. അപ്പോൾ ഈ ഒരു ജാർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ദിവസമാണെന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതമാണെന്ന് തന്നെ കരുതുക. ആദ്യം ഇട്ട വലിയ വലിയ കല്ലുകളില്ലേ, അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക. പിന്നെ കുഞ്ഞു കുഞ്ഞു പെബിൾസ് ഇട്ടില്ലേ, അത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. ആ ബാക്കിയുള്ള സമയത്ത് അവരെയും കൺസിഡർ ചെയ്യുക. പിന്നെ മണലിട്ടില്ലേ, മണൽ എന്ന് പറയുന്നത് മൂന്നാമത്തെ കാറ്റഗറി. അതായത് അത്യാവശ്യം അവരും ആവശ്യമുണ്ട്, എന്നാലും അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സമയം കണ്ടെത്തുക. ലാസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചില്ലേ, അതാണ് അടുത്ത ആൾക്കാർ. അവർക്ക് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയമുണ്ടെങ്കിൽ കൊടുത്താൽ നല്ലതായിരിക്കും. ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ ജീവിതം. ഇതേ ജാറിലെ ആദ്യം തന്നെ മണൽ നിറച്ചു, വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. മണൽ എന്ന് പറയുന്നത് വേണ്ടാത്ത കാര്യങ്ങളാണ് അല്ലേ, വലിയ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യം. അത് നമ്മൾ ആദ്യമേ നിറച്ചു വെച്ചാൽ പിന്നീട് നമുക്ക് ഈ കല്ലിടാൻ പറ്റുമായിരുന്നോ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ആ വലിയ വലിയ കല്ലുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് പിന്നെ ഈ ജാറിൻ്റെ അകത്ത് പോവില്ലായിരുന്നു അല്ലേ. അതാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കല്ലുകളെ കാത്തു സൂക്ഷിക്കുക, രണ്ടാമത് ആ കുഞ്ഞു കുഞ്ഞു പെബിൾസിനെ കാത്തു സൂക്ഷിക്കുക, മൂന്നാമത് ഈ മണൽ രീതിയിലുള്ള ആൾക്കാരെ കാത്തു സൂക്ഷിക്കുക, നാലാമതാണ് വെള്ളം ഒഴിക്കുന്ന അത്. നാലാമത് ഏറ്റവും അത്യാവശ്യമുള്ള ജനങ്ങളായിരിക്കും, അവരെയും നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടൈം മാനേജ്മെൻറ്റും സെൽഫ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഓൺ ദിസ് നോട്ട് ഞാൻ ഒന്നും കൂടിയും പറയാം, ഒരിക്കലും നമുക്ക് സമയത്തിൻ്റെ കുറവല്ല കേട്ടോ. സമയത്തിനൊന്നും കുറവില്ലടോ, സമയത്തിനൊക്കെ ഇഷ്ടം പോലെ സമയമൊക്കെ ഉണ്ട്. മെയിൻ സംഭവം നമുക്ക് കൊടുക്കാൻ സമയമില്ല. നമ്മൾ ഇതേപോലെ ഒരു ജാറ്, നമ്മളെ ജീവിതമാകുന്ന ഈ ഭരണിയിലെ ഈ വെള്ളം തന്നെ ആദ്യം ഒഴിക്കുക. ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കല്ലിടാൻ പറ്റില്ല, അപ്പോൾ ഇത് പുറത്തേക്ക് വരും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുക, നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ഞാൻ എപ്പോഴാണോ ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്, അന്ന് തൊട്ടാണ് എനിക്ക് ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ കോഴ്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്ത്. ഇതൊരു 30 days കോഴ്സാണ്. 20 ലൈവ് സെഷൻസ് ഉണ്ട്. 20 ദിവസവും നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. ലൈഫ് ടൈം മെൻറ്റർഷിപ്പാണ്. ഇത് ത്രൂ നിങ്ങൾ എങ്ങനെയാണ് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യേണ്ടത്, അത് ത്രൂ നിങ്ങൾക്ക് എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് ഒരു ട്രെയിനർ ആവാൻ പറ്റും, എഫക്റ്റീവായിട്ട് എങ്ങനെ ഇത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എവിടെ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചില്ലേ, എവിടെ നിന്നായിരിക്കും ലൈലാക്ക് ഇതൊക്കെ കിട്ടുന്നത് എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്, ട്രെയിനിങ്ങിന് എത്രത്തോളം ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ ഇത് ഓൺലൈൻ സെഷനാണ്, എന്നാലും ഇത്ര നേരം നിങ്ങൾ എന്നെ കേട്ടിരുന്നില്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ ഓഡിയൻസിനെ എങ്ങനെ ഗ്രാബ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള AI ടൂൾസ് എന്തൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കോഴ്സാണ് കേട്ടോ ഇത്. കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലാണ്. എല്ലാവരും ടാസ്കുകളൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സംഭവമാണ്. ആർക്കാ ജോയിൻ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ആർക്കും ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ട ഒരു കോഴ്സ് തന്നെയാണ് ഇത്. ഓൾ ദ പ്രൊഫഷണൽസ് പ്ലസ് അവർ ഹൗസ് വൈഫ്സ് ആർക്കായാലും സംസാരിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു ലൈഫ് സ്കില്ലാണ്. നമുക്ക് നന്നായി ജീവിക്കണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് കേട്ടോ, റാഷിദ മാമിൻ്റെ സ്റ്റോറി. സത്യം ഭയങ്കരമായിട്ട് എന്നെ പിടിച്ച് കുലുക്കിയ ഒരു സ്റ്റോറി തന്നെയാണ്. ആള് ഒരു ഓട്ടിസം കുട്ടിയുടെ ഉമ്മുമ്മയാണ്, ഗ്രാൻഡ് മദറാണ്. ഓട്ടിസ്റ്റിക് കുട്ടിയൊക്കെ വീട്ടിലുണ്ടായാലുള്ള ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ഒരു ഗ്രാൻഡ് മദറാണ്. എൻ്റെ അടുത്ത് വന്നു, ഈ ഒരു കോഴ്സ് എനിക്ക് ജോയിൻ ചെയ്യണം, എനിക്കൊരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് മാം. ഞാൻ വിചാരിച്ചു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ കോഴ്സോ. എന്നിട്ട് മാമിനോട് ഞാൻ പറഞ്ഞു ഓക്കെ മാം ജോയിൻ ചെയ്തോളൂ, എന്തായാലും സംസാരിക്കാൻ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്, കാരണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമല്ലോ. അതെ എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തു. കോഴ്സിൻ്റെ അവസാനം എന്താ സംഭവിച്ചതെന്നറിയോ? ആ കുട്ടിയുടെ ഓട്ടിസ്റ്റിക് കുട്ടിയുടെ
സ്കൂൾ ഉണ്ടാവുമല്ലോ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ സ്കൂളിലെ മാതാപിതാക്കൾ, ഒരുപാട് കുട്ടികളുണ്ടല്ലോ അവിടെ അല്ലേ, ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സമാധാനവും എങ്ങനെയാണ് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതെന്നും എങ്ങനെ ആ കുട്ടിയെ കെയർ ചെയ്യേണ്ടത്, അത് ഓരോ ഓട്ടിസ്റ്റിക് കുട്ടിയെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ ഒരു കോച്ചായി മാറി നമ്മളുടെ റാഷിദ മാം. റാഷിദ മാമിൻ്റെ സ്റ്റോറി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ടച്ച് ചെയ്തൊരു സ്റ്റോറിയാണ്. കാരണം ഇത്രയും ഉമ്മമാരെ ഇങ്ങനെ വിഷമിക്കുന്ന ഉമ്മമാരുടെ അടുത്തേക്ക് മാലാഖയെ പോലെ ചെന്നെത്തിയതാണ് നമ്മുടെ റാഷിദ മാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ. നമ്മുടെ സ്ത്രീകൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് വിച്ച് വി നെവർ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളത് മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ യു ക്യാൻ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. നമ്മളുടെ കോഴ്സ് റെഡിയാണ്. ഓഗസ്റ്റ് 24 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പം ഓണം, നബിദിനം, പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ എല്ലാം കൂടിയിട്ട് നമുക്ക് 20% ഓഫർ കിടക്കുന്നുണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ബാച്ചിന്. ഇറ്റ്സ് എ ബിഗ് ന്യൂസ്. കാരണം കഴിഞ്ഞ ബാച്ചിനൊന്നും അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഷുവറായിട്ടും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ സെഷനെ കുറിച്ച് തോന്നിയെന്ന് പറയട്ടെ. നിങ്ങളെല്ലാവരും റെഡി ആണോ സെൽഫിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്? റെഡി ആണോ സെൽഫ് മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? എല്ലാവരും പോയോ അതോ ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളത്? ഹലോ, പോയോ എല്ലാവരും? ഓൺലൈൻ്റെ ഒരു പ്രത്യേകത ഇതാട്ടോ. നിങ്ങൾ എനിക്ക് മാത്രമാണോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അബിത മാം കേട്ടില്ല കേട്ടോ. ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? എന്തെങ്കിലും പഠിക്കാൻ പറ്റിയോ? വല്ലതും മനസ്സിലായോ? എനിബഡി? ഇതിന്റെ ഫീ എന്താ മാം? ഏതിന്റെ ഫീ? നമുക്ക് ഇപ്പോൾ വിളിച്ചോളൂ കേട്ടോ. എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇല്ലേ? കാരണം ഓഫർ ഫീ ഈ ഓഗസ്റ്റ് 15 വരെയാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് പറയാത്തതുകൊണ്ടാ. നിങ്ങൾക്ക് ആ സർപ്രൈസ് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. 20% ഓഫർ എന്ന് പറയുന്നത് വലിയൊരു ഓഫറാണല്ലോ. അപ്പൊ സർപ്രൈസ് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. മുബിന മാം നമ്മുടെ ഗ്രൂപ്പിലില്ലേ? ഉണ്ട്. എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. സർപ്രൈസ് രസല്ലേ? നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി സർപ്രൈസ് ആക്കാം. ലാസ്റ്റ് ബാച്ചിൽ അവർ എന്നെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞോളൂ. ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. അവർക്കിത് കിട്ടിയിട്ടില്ല. വേറെ ആരെങ്കിലും? എനിത്തിങ് എൽസ്? നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ എന്താ മനസ്സിലായത്? എന്തെങ്കിലും കിട്ടിയോ? എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയോ? തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കുറെയൊക്കെ അറിയാം. പക്ഷെ അതിൽ കൂടുതൽ അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, താങ്ക് യു. ഇന്ന് പഠിച്ചതിലെ ഏത് ടെക്നിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ടൈം മാനേജ്മെന്റ്, സെൽഫ് മാനേജ്മെന്റിലും ഏറ്റവും കൂടുതൽ യെസ് ഇത് ചെയ്താൽ നന്നായിരിക്കും എന്ന് ഫീൽ ചെയ്തത് ഏതാ? ഹേസൻ ഓവർ മെട്രിക്സ് ആണോ അതോ ടു ഡു ലിസ്റ്റ് ചെയ്യുന്നതാണോ, ബൗണ്ടറി അല്ലെങ്കിൽ നമ്മൾ നോ പറയുന്നതാണോ, ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുന്നതാണോ? ഏതാ തോന്നിയേ? ജസീന മാം പറയും. ഡെഡ് ലൈൻ. ഷെമി മാമിന് എന്താ തോന്നിയേ? ഡെഡ് ലൈൻ തന്നെ. പിന്നെ അതുപോലെ മെട്രിക്സും. മെട്രിക്സ്. ഡെഡ് ലൈൻ ആണ് മെയിൻ ആയിട്ട്. നിങ്ങൾ പറഞ്ഞത് വളരെയധികം ശരിയാണ്. സത്യല്ലേ? ഇപ്പൊ ഞാൻ തന്നെ പറയാം, ഇന്നിപ്പോ 8 മണിക്ക് ഇങ്ങനെ ഒരു സെഷൻ ഉണ്ട് എന്ന് ഞാൻ എന്നോട് പറയുമ്പോഴാണല്ലോ ഞാൻ ഈ 8 മണിക്ക് വേണ്ടി പ്രിപ്പയർ ആവുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ടൈം മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യാം അങ്ങനെ ഒരു ചിന്തയാണ് നമുക്ക്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എപ്പോഴും ഡെഡ് ലൈൻ സെറ്റ് ചെയ്യണം കേട്ടോ. ഡെഡ് ലൈൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തില്ല എന്ത് ചെയ്യും? എന്താ ചെയ്യാ? റിഗ്രറ്റ് അടിച്ചിരിക്കും. അയ്യോടാ, അവിടെ കിടക്കുന്നു. തീർന്നില്ലേ സംഭവം? അങ്ങനെ ചെയ്യരുത് മുത്തേ. നമ്മൾ റിഗ്രറ്റ് ഗിൽട്ടൊക്കെ അടിച്ചു നിന്നാലും പ്രശ്നമാണ് കേട്ടോ. അതും പ്രശ്നമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ മക്കളോട് നല്ല സ്ട്രിക്റ്റ് ആവുന്നില്ലേ?
എന്റെ പ്രശ്നം തന്നെ ഈ പ്രൊക്കാസ്റ്റിനേഷൻ ആണ്. എല്ലാ ക്ലാസ്സസിലും ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാ. ആ അപ്പം എന്തായാലും ഇതിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ടെക്നിക്കെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെടും കേട്ടോ. നമ്മൾ നമ്മളെ മക്കളോടൊക്കെ നല്ല സ്ട്രിക്റ്റ് ആകുന്നില്ലേ? നമ്മൾ നല്ല സ്ട്രിക്റ്റ് ആകുന്നില്ലേ? നീ ഇത് ചെയ്യണം, 4 മണിയാകുമ്പോൾ അത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. നമ്മളെന്താ നമ്മളോട് അത് പറയാത്തേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ, കേൾക്കും. പിന്നെ നമ്മൾ ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്തിട്ട് അത് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേ, നമ്മൾക്ക് ചെറിയ പണിഷ്മെന്റ് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് റിവാർഡ് കൊടുക്കണമെന്ന്? എല്ലാവരും കേട്ടിരുന്നല്ലോ. റിവാർഡ് കൊടുക്കണം, സ്വന്തത്തിനെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓ വാവ്, ഇത് നിനക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞ് റിവാർഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അതേപോലെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് കൊടുക്കണം. നമുക്ക് സ്വന്തമായി കൊടുക്കുന്ന പണിഷ്മെന്റ് എന്തൊക്കെയായിരിക്കും? നല്ല പണിഷ്മെന്റ് കൊടുക്കണോ? എന്താണ്? നിനക്കതിന് ചോക്ലേറ്റ് ഇല്ല, അടുത്ത മാസം വരെ നിനക്കതിന് പിസ്സ ഇല്ല, ഇനി ഇത്ര ദിവസം വരെ നിന്നെ എവിടെയും പുറത്തു കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പേടിപ്പിക്കുക സ്വന്തത്തിനെ. അപ്പം നമ്മളിങ്ങനെ ചെയ്യും. പക്ഷെ നമ്മളോട് ട്രൂത്ത്ഫുൾ ആയിരിക്കണം കേട്ടോ. നമ്മൾ പറയുന്ന കാര്യം വേറെ ആരും അറിയാത്തതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ എടുക്കരുത്. നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. ഓക്കെ, നമ്മളെ റിവാർഡും ചെയ്യണം, തെറ്റാ ചെയ്യണമെങ്കിൽ നമ്മളെ പണിഷും ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ കോഴ്സിൻ്റെ പോസ്റ്റർ. എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. എന്നിട്ട് ആർക്കെങ്കിലും ഇത് ജോയിൻ ചെയ്താൽ എന്താണ് ബെനിഫിറ്റ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഇതിന് പറ്റിയ ഒരാളാണോ, എന്തിനാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഒരു പർപ്പസ് എനിക്ക് അറിയാനും കൂടി ഉണ്ട് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് എ ബെസ്റ്റ് ടൈമിങ്. കാരണം 20% ഓഫർ ഇന്ന് വരെ ഞാൻ ഈ കോഴ്സിന് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് അവെയിൽ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നമ്പർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ദേ ഈ പോസ്റ്റിൻ്റെ താഴെ ഉണ്ട് കേട്ടോ, നമ്മുടെ ചാറ്റ് ബോക്സിലും ഉണ്ടാവും. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് എന്നാൽ സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? നമ്മൾ നല്ല ടൈം മാനേജ്മെൻറ്റ് ചെയ്യണ്ടേ? 8 o'clock to 9 o'clock. വാവ്, വെരി ഗുഡ്. ഐ എം വെരി ഹാപ്പി ടുഡേ. നല്ലൊരു ടൈമിൽ സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയില്ല, അൽഹംദുലില്ലാ. അപ്പോൾ ഓൺ ദാറ്റ് നോട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇതേപോലെ ബ്യൂട്ടിഫുൾ സെഷൻസ് ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എല്ലാവരും ഇത്തിരി അടിപൊളിയായിട്ട് ആൻസറൊക്കെ പറഞ്ഞതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.